അയ്യോ, രാത്രി മുഴുവൻ കാറൊന്നും ഓടിക്കണ്ട. സച്ചേണില്ലാതെ എനിക്ക് പറ്റില്ല. സച്ചേണേ എന്റെ അടുത്ത് തന്നെ വേണം. കള്ളി മനസ്സിലായി. അടുത്ത് തന്നെ വേണം അല്ലേ? സച്ചേൺ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദിവസവും കുറച്ചു നേരെങ്കിലും സച്ചേൺ എന്റെ കൂടെ ഇരിക്കണം. അതെന്റെ ഒരു ആഗ്രഹം. അതാ ഞാൻ പറഞ്ഞേ. ഓ അങ്ങനെ. ഞാൻ വേറെന്തോ വിചാരിച്ചു. വിചാരിക്കും. അതെ, ഒന്നും വിചാരിക്കണ്ട. ഇങ്ങനെ പോയാ കടം വീട്ടുന്നതും നമ്മൾ മുറി എടുക്കുന്നതും ഒക്കെ വൈകും. പക്ഷേ എല്ലാം വേഗത്തിലാക്കാനേ എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? കല്യാണ മണ്ഡപത്തില് കല്യാണത്തിന് പൂ വെച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാറില്ലേ? അതിന്റെ ഓർഡർ എടുക്കണം. ഇവിടെ തന്നെ കുറെ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ടല്ലോ. മണ്ഡപം ഡെക്കറേഷൻ ചെയ്യുന്നതിന്റെ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് നമുക്ക് അവരെ കാണിക്കാം. അവർക്കത് ഇഷ്ടപ്പെട്ടാ അവർ ഓർഡർ തരാതിരിക്കില്ല. ആഴ്ചയിൽ 1-2 ഓർഡർ കിട്ടിയാൽ മതിയെന്നേ. നല്ല കാശ് വരും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ. ഇപ്പോൾ ഉള്ളതിന്ന് നീ ഒരുപടി മോളിൽ കയറി ചിന്തിച്ചു. ഇത് വിജയിക്കും. നിന്നെ ഇനി പിടിച്ചാ കിട്ടും തോന്നല്ലേ രവതി? എന്റെ എല്ലാവിധ സപ്പോർട്ടും നിനക്കുണ്ടാവും. ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. നീ ധൈര്യം അടി ചെയ്തു. സച്ചേട്ടൻ കൂടെ ഉണ്ടാവും എനിക്കറിയില്ലേ. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാ. കിടക്കാം. ആന്റി അറിയാത്ത ഒരു രഹസ്യവും ആന്റിക്കില്ല. ആന്റിയുടെ മനസ്സ് മാറിയത് എങ്ങനെയെന്ന് ഇവർക്കറിയാം. ഇവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സൂത്രം എന്റെ കയ്യിലുണ്ട്. ആന്റി. ആഹാ, ശ്രുതിയോ? എന്താ മോളെ ഇങ്ങോട്ട്? എന്താ എനിക്കിവിടെ വന്നൂടെ? നീ എന്റെ മോളെ പോലെയല്ലേ, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഞാനിവിടെ അടുത്ത് ഒരു ക്ലയന്റിനെ കാണാൻ വന്നതാ. തിരിച്ചു പോകും വഴി ആന്റി കണ്ടിട്ട് പോവാന്ന് കരുതി കയറിയതാ. മോള് വാ, ഞാൻ കോഫി ഇട്ട് തരാം. വേണ്ട ആന്റി. പിന്നെ ആന്റിക്ക് നല്ല സ്ട്രെസ് ഉണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ആന്റി പറയാറില്ലേ? ഞാൻ വേണമെങ്കിൽ ആന്റിയുടെ തലയൊന്ന് മസാജ് ചെയ്ത് തരാം. ഓ വേണ്ട മോളെ, നിന്റെ ആന്റി അറിഞ്ഞാലേ എന്റെ മരുമകളെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയും. ജോലി ചെയ്യാനോ? ആന്റി എന്നെ ഒരു മോളെ പോലല്ലേ കാണുന്നത്? അപ്പൊ മോൾ അമ്മയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ജോലിയാണോ? എനിക്ക് സന്തോഷമുള്ള കാര്യ. ആന്റിക്ക് വന്നേ. വാ. നിന്റെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി, എല്ലാ വേദനയും മാറും. എത്ര നാളായി ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട്? നല്ല സ്ട്രെസ് ഉള്ളത് പോലെ ആന്റിക്ക്. ആ, നിന്റെ ആന്റി ഇവിടെ അല്ലായിരുന്നോ? അവൾ അവളുടെ സ്ട്രെസ് കൂടി എനിക്ക് തന്നു. അങ്ങനെ തന്നെ. ഇവിടെ ഈ വലത് ഭാഗത്ത്. എനിക്ക് ആന്റി ഭയങ്കര ഇഷ്ടാ. അതിന് കാരണം ആന്റിയുടെ മനസ്സ് ഭയങ്കര സോഫ്റ്റാ. എല്ലാരും അങ്ങനെ പറയാറുണ്ട്. ആന്റി എല്ലാരെയും കെയർ ചെയ്യും. ആരോടും ഒരു ശത്രുതയില്ല. അസൂയ, കുശുമ്പ് ഇതൊന്നുമില്ല. ഇതൊക്കെ കൊണ്ടാവും ആന്റി എല്ലാവർക്കും വലിയ ഇഷ്ടം. ആന്റി ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന ഞാൻ കരുതിയേയില്ല. ഞാനും സുധിയും വന്ന് വിളിച്ചിട്ട് പോലും വന്നില്ല. അല്ല, പെട്ടെന്ന് ആന്റിയുടെ മനസ്സ് മാറി എങ്ങനെയാ വീട്ടിലേക്ക് വന്നേ? സച്ചിൻ രേവതിയും വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ആന്റി വീട്ടിലേക്ക് വരില്ല എന്നാ ഞാൻ വിചാരിച്ചെ. പക്ഷേ ആന്റി വന്നു. എങ്ങനെയോ ദൈവം മനസ്സ് മാറ്റി. ദൈവമല്ല, 2 ലക്ഷം രൂപ കൊടുത്ത് വക്കീൽ അവളുടെ മനസ്സ് മാറ്റി. വക്കീല് 2 ലക്ഷം രൂപ കൊടുത്തെന്നോ? ഇല്ലല്ല, ഒന്നുമില്ല. ആരും ഒന്നും കൊടുത്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, വക്കീല് 2 ലക്ഷം രൂപ എന്ന് ആന്റി ഇപ്പൊ പറഞ്ഞില്ലേ? അത് ഞാൻ എന്തോ ഓർത്ത് പറഞ്ഞതാ. അല്ലല്ല, ആന്റി എന്തോ മറക്കുന്നുണ്ട്. എന്നെ ആന്റി മോളെ പോലെയല്ലേ കാണുന്നേ? പിന്നെന്തിനാ എന്നോട് മറക്കുന്നേ? അത് ആരോടും പറയരുതെന്ന് ചന്ദ്ര എന്നോട് പറഞ്ഞു. അല്ല, എന്നോട് പറഞ്ഞ എന്താ ആന്റി? ഞാൻ ആരോടും പറയില്ലാന്ന് ആന്റിക്ക് അറിയില്ലേ? ഇനി നിങ്ങൾ പറഞ്ഞില്ലേലും ആന്റി പിന്നീട് എന്നോട് പറയും. അത് ശരിയാ, ചന്ദ്രയുടെ പുന്നാര മരുമോളല്ലേ. എന്നോട് പറയാ ആന്റി. അത് രേവതിയുടെ അനിയന്റെ വക്കീല് ഇവിടെ വന്ന് ചന്ദ്രയെ കണ്ടിരുന്നു. ശരത്തിനെതിരെയുള്ള പരാതി പിൻവലിച്ചാൽ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. കാശിന്റെ മുന്നിൽ നിന്റെ ആന്റിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. വക്കീലിനോട് 2 ലക്ഷം രൂപ വാങ്ങി ചന്ദ്ര പരാതി പിൻവലിച്ചു. ഓ, അപ്പൊ കാശ് വാങ്ങിയാണ് പരാതി പിൻവലിച്ചത്. ഇവര് പറയുന്നത് സത്യം തന്നെ ആയിരിക്കും. എങ്ങനെ കൺഫേം ചെയ്യും? എന്തു പറ്റി ശ്രുതി? അല്ല, ആന്റി അങ്ങനെയൊക്കെ ചെയ്യോ? രേവതിയുടെ അനിയനോട് ആന്റിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അവനെ ജയിലിൽ കിടത്തുന്നവരെ പറഞ്ഞതാ. എന്നാലും ആന്റി കാശ് വാങ്ങിയൊന്നും പരാതി പിൻവലിക്കാൻ പോകുന്നില്ല. ഞാനത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അവന്റെ കള്ളം പറയുന്നതാ. ഞാൻ കള്ളം പറയോ? എന്റെ മോക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കെന്തോ. ഞാൻ തെളിവ് കാണിച്ചെന്നാ നീ എന്നെ വിശ്വസിക്കോ? നീ വാ, ഞാൻ കാണിച്ചുതരാം. വാ, ഇതാണ് തെളിവ്. വക്കീല് നിന്റെ ആന്റിക്ക് കൊടുത്ത 2 ലക്ഷം രൂപ. ഇതേ എന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക. ഞാൻ കള്ളം പറഞ്ഞല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ വക്കീല് 2 ലക്ഷം രൂപ കൊടുത്തത് കൊണ്ടാണ് പരാതി പിൻവലിച്ചത്. വല്ലാത്തൊരു സ്ത്രീയാണ് അവരെ. ഭയങ്കര. നീ എന്തായി ആലോചിക്കുന്നേ? ഒന്നുമില്ല ആന്റി. ഇപ്പൊ നിനക്ക് വിശ്വാസമായല്ലോ? വിശ്വാസായി. എന്നാലും ആന്റി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോ. നിന്റെ ആന്റി നിനക്ക് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. അല്ല, ആന്റി ആ കാശ് സൂക്ഷിച്ചു വെച്ചോ. ശ്രുതി, ഞാനെന്നാ പോട്ടെ ആന്റി. അതിന് മസാജ് ചെയ്ത് കഴിഞ്ഞില്ലല്ലോ. അത് പിന്നീടാവാം. ഇതറിഞ്ഞപ്പോ എന്റെ മൂഡ് അങ്ങ് പോയി. പിന്നെ ശ്രുതി, ഞാനീ പറഞ്ഞത് അവളോട് പോയി പറയില്ല കേട്ടോ. ചന്ദ്രയായിട്ട് നിന്നോട് പറഞ്ഞാലും മുന്നേ ഇത് അറിഞ്ഞ ഭാവം പോലും കാണിക്കരുത് കേട്ടോ. നിന്നോട് പറഞ്ഞെന്നറിഞ്ഞാലേ അവൾ എന്റെ തലയിൽ കയറി ഭരതനാട്യം കളിക്കും. ഇല്ല ആന്റി, ആന്റി പേടിക്കേ വേണ്ട. ഞാൻ പറയില്ല. എന്ന് ഞാൻ പോട്ടെ. എന്താ പറയാം. ഞാൻ എവിടെയെങ്കിലും തട്ടി വീഴുമ്പോൾ മനസ്സാവും. ഇല്ല, നീ എന്നെ സമ്മതിക്കില്ലല്ലോ. എവിടെയും തട്ടി വീഴില്ല. അങ്ങോട്ട് നടന്നോ. സച്ചേട്ടാ, കല്യാണത്തിനെ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നതിന്റെ ഒരു മോഡലായത്. ഇതുപോലുള്ള കുറെ മോഡലുകൾ എന്റെ മനസ്സിലുണ്ട്. അത് ശരി. പറ, എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, നിനക്ക് ഇങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതുപോലൊക്കെ ഡെക്കറേഷൻ ചെയ്താലേ എനിക്ക് കുറെ ഓർഡർ. പിന്നെ പിടിച്ചാൽ കിട്ടില്ല നിന്നെ. ഞാൻ ഇതിനൊരു ഫോട്ടോ എടുക്കട്ടെ. കുറച്ചുകൂടെ സൂം ചെയ്തെടുക്കും. ചേച്ചി വർഷ, എന്താണ് പരിപാടി? ഈ
കല്യാണ മണ്ഡപങ്ങളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യില്ലേ? രേവതി അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം. അയ്യോ ബിസിനസ് ഒന്നും പറയല്ലേ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ ഉണ്ടാക്കി. ദേ എങ്ങനെയുണ്ട് നോക്കി. എങ്ങനെയുണ്ട് പക്ഷെ വാവ് ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്. സമ്മതിച്ചിരിക്കുന്നു. ചേച്ചി ഇത് വെച്ച് ചേച്ചി എന്തെങ്കിലും വന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ചെറിയ ഐഡിയ. കല്യാണ മണ്ഡപത്തിലൊക്കെ ചെന്ന് ഇത് കാണിച്ചിട്ട് ഓർഡർ പിടിക്കാൻ നോക്കും. ചുമ്മാ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാ അവർ ഓർഡർ തരില്ലല്ലോ. ഇതിന്റെ ഫോട്ടോ എടുത്തങ്ങ് കാണിച്ചാ പോരെ. ഇനി ഇത് പൊക്കി എടുത്തോണ്ടങ്ങ് പോണോ? ഫോട്ടോ കാണിച്ചാ ഇത് ഞാൻ ചെയ്തതാണെന്ന് അവര് വിശ്വസിക്കണമെന്നില്ലല്ലോ. അത് ശരിയാ. എന്തായാലും ഈ ഐഡിയ കൊള്ളാം. ഇതെടുത്ത് അടുത്ത ഓഡിറ്റോറിയത്തിലൊക്കെ പോയി ഓർഡർ പിടിക്കാനായിട്ട് നോക്കാം. പക്ഷേ അത് മാത്രം പോരാ. ചേച്ചി ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നേ എല്ലാവരും അറിയണം. അതിനു വേണ്ടിട്ടേ നമ്മൾ ഇതിനെ മാർക്കറ്റ് ചെയ്യണ്ടേ? എങ്ങനെ മാർക്കറ്റ് ചെയ്യും? ഫോട്ടോസ് ഒക്കെ എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത് ആൾക്കാരൊക്കെ അത് കാണും. ഇതിനു വേണ്ടിട്ടേ ഒരു വെബ്സൈറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ചെയ്തുതരാന്നേ. ഇത് നല്ല ഐഡിയ ആണല്ലോ. അല്ല അതൊക്കെ വേണോ? വേണം. അങ്ങനെയൊക്കെ ചെയ്താ നമുക്ക് കുറെ ഓർഡർ കിട്ടും അല്ലേ? പക്ഷേ അതെ പോസ്റ്റ് ചെയ്യാനേ കുറെ ഫോട്ടോസ് ഒക്കെ വേണം. ഞാൻ ഇതിന് കുറെ ഫോട്ടോസ് എടുത്തു. അത് നിനക്ക് അയച്ചുതരാം. അത് മാത്രം പോരാ. അവളൊരു രേവതി ചേച്ചിയല്ലേ, രേവതി ചേച്ചിയുടെ കുറെ ഫോട്ടോസ് വേണം. അതിന് എന്റെ ഫോട്ടോ എന്തിനാ? അതൊക്കെ വേണം ചേച്ചി. അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അത് കറക്റ്റാ. ഈ തുണിക്കടയുടെ സ്വർണ്ണക്കടയുടെ ഒക്കെ പരസ്യത്തില് മിക്കവാറും അതിന്റെ ഓർഡർമാർ തന്നെ അഭിനയിക്കുന്നത്. ഫോട്ടോസ് മാത്രം പോരാ, കുറച്ചൊക്കെ വീഡിയോസും എടുക്കണം. ചേച്ചി പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ഞാൻ മേക്കപ്പ് ചെയ്ത് തരാം. പുതിയ നല്ലൊരു സാരി കൂടെ കൊടുക്കണം. അയ്യോ എന്റെ കയ്യിൽ അതിന് പുതിയ നല്ല സാരിയൊന്നും ഇല്ല. നമുക്ക് അതിനെ ഇപ്പൊ ഒരെണ്ണം വാങ്ങിച്ച പോലെ. നീ വാ. അയ്യോ അതൊന്നും വേണ്ട സച്ചേട്ടാ. വേണം സച്ചേട്ടാ. സാരി എന്റെ വകയാ, ഞാൻ വാങ്ങിച്ചു തരാം. ചേച്ചി വാ, നമുക്ക് പെട്ടെന്ന് മേടിച്ചിട്ട് വരാം. അത് പിന്നെ വർഷേ നമുക്ക് പെട്ടെന്ന് മേടിച്ചിട്ട് വരാം. വന്നേ ചേച്ചി വന്നേ. വാ വാ വരാൻ ഇങ്ങോട്ട് വന്നേ. സച്ചേട്ടാ വന്ന് റെഡിയാവാ. വണ്ടി എടുത്തേ. ആന്റണി നമ്മുടെ പ്ലാനൊക്കെ പൊളിയോ? ശ്രുതി കാശ് തരാന്ന് പറയുന്ന അല്ലാതെ തരുന്നില്ലല്ലോ. അവള് പഠിച്ച കളിയാ. എനിക്കാണെങ്കിൽ കാശിന്റെ ആവശ്യമുണ്ട്. താനും നമ്മളെ വിളിക്കാൻ ആന്റണി. ഹലോ പറ ആന്റണി. ഞാൻ ചോദിച്ച കാശ് എവിടെ? ഞാൻ കാശ് തരാന്ന് പറഞ്ഞല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കുന്നേ? ഇങ്ങനെ പറഞ്ഞാ പോരല്ലോ. കാശ് തരണ്ടേ? ശ്രുതി നീ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ചെയ്യുന്നത്. അത് നീ മറക്കണ്ട. ഞാൻ മറന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ സിറ്റുവേഷൻ ഇപ്പൊ എങ്ങനെയാ? എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. പെട്ടെന്നൊന്നും സംഘടിപ്പിക്കാനും പറ്റുന്നില്ല. ടൈമില്ല ശ്രുതി. ഞാൻ പറഞ്ഞല്ലോ നവീൻ ദാസിന്റെ നില വളരെ മോശമാണ്. ഉടനെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ മരിച്ചു. പെട്ടെന്ന് കാശ് തന്ന് അവനെ രക്ഷിക്കാം. നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അവനെ തല്ലിയത്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തേ. അവനെങ്ങനെ മരിച്ചാലേ അവന്റെ ഡെഡ് ബോഡി നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ഞാൻ ഈ നാട് വിടും. അവനെങ്ങനെ മരിച്ചാലേ അവന്റെ ഡെഡ് ബോഡി നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ഞാൻ ഈ നാട് വിടും. ആന്റണി നീ വിരട്ടാണോ? വരട്ടുന്നൊന്നുമല്ല. കാശ് തന്നില്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് പറഞ്ഞതാ. പെട്ടെന്ന് കാശ് തന്ന ഒരു പ്രശ്നവുമില്ല. ഇന്ന് തന്നെ കാശ് കിട്ടണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ എന്തായാലും മരിക്കും. നീ പെട്ടെന്ന് കാശുമായിട്ട് വാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നടക്കും. അവൻ മരിക്കും, നീ ജയിലിലും പോകും. നീ എത്രയും വേഗം കാശുമായിട്ട് വാ. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഹലോ ആന്റണി. ശ്രുതി എന്ത് പറ്റി? ശ്രുതി എന്താ നിന്റെ മുഖം നല്ലാതിരിക്കുന്നത്? അല്ല നീ എന്താ ഇങ്ങനെ വീർക്കുന്നേ? അതൊരു ക്ലയന്റിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി. അതിനിങ്ങനെ ടെൻഷൻ ആവണോ ശ്രുതി? അപ്പൊ അവരോട് വേറൊരു ദിവസം വരാൻ പറഞ്ഞ പോലെ. ഈ സബ് ഡീലേഴ്സ് ഒക്കെ മെയിൽ അയച്ചിട്ടുണ്ട്. നീ അതൊക്കെ നോക്കി ഒന്ന് റിപ്ലൈ ചെയ്യാ. ഞാനൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. എങ്ങനെ ആന്റണിക്ക് കാശ് കൊടുക്കും? നവീൻദാസ് മരിച്ച അവൻ ബോഡി വീടിന് മുന്നിൽ കൊണ്ടിടും. അതോടെ എല്ലാം അവസാനിക്കും. എനിക്ക് ജയിലിൽ പോണ്ടി വരും. ഇന്ന് എങ്ങനെയെങ്കിലും കാശ് കൊടുത്തേ പറ്റും. കാശ് ഇപ്പൊ ഞാൻ എങ്ങനെ സംഘടിപ്പിക്കും? വക്കീല് നിന്റെ ആന്റിക്ക് കൊടുത്ത 2 ലക്ഷം രൂപ. വേറെ വഴിയില്ല. ആ കാശ് എങ്ങനെയെങ്കിലും എടുക്കണം ഇപ്പൊ തന്നെ. അല്ല നീ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആ വക്കീലേ അയാളൊരു മാന്യനാ. ഞാൻ അയാളോട് കാശ് വാങ്ങിച്ച കാര്യം അയാൾ ആരോടും പറഞ്ഞിട്ടില്ല. ആണോ? നീ ആരോടും പറഞ്ഞേക്കല്ലേ കേട്ടോ. വക്കീല് നിന്റെ ആന്റിക്ക് കൊടുത്ത 2 ലക്ഷം രൂപ. ഞാൻ ഈ പറഞ്ഞത് അവളോട് പോയി പറയില്ല കേട്ടോ. നിന്നോട് പറഞ്ഞെന്നറിഞ്ഞാലേ അവൾ എന്റെ തലയിൽ കയറി ഭരതനാട്യം കളിക്കും. ഞാനാരോടും പറയില്ല. അല്ല നിന്റെ എത്ര രഹസ്യങ്ങൾ മനസ്സ് സൂക്ഷിച്ചവളെ ഈ ഭാമ. അതൊക്കെ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങാനും പറഞ്ഞ നിന്റെ കഥ കഴിക്കും ഞാൻ. നിന്റെ ഭാവം കാണുമ്പോ ബൈബിളിലെ യൂദാസിനെ എനിക്ക് ഓർമ്മ വരുന്നേ. ഓ പിന്നെ ബൈബിളിലെ യൂദാസ്. ഈ ലോകത്ത് നിനക്ക് എന്തൊക്കെ ആലോചിക്കാൻ കിടക്കുന്നു. ദേ വെറുതെ എന്നെ സംശയിക്കില്ല കേട്ടോ. ആരെങ്കിലും കുട്ടിയെ ചേർക്കാൻ വന്നായിരിക്കും. നീ പോയി വാതിലോർക്ക്. പാമേ ഞാനേ ഇവിടുന്ന് ഡാൻസ് ചെയ്യാം. അവരത് കാണട്ടെ. അടുത്ത ആഴ്ച റഷ്യയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാണെന്ന് പറഞ്ഞാൽ മതി. ചില ആ ശ്രുതി കേറി വാ. ചന്ദ്രേ നിർത്തിക്കോ. വന്നത് ശ്രുതിയാ. വെറുതെ നടുവിളക്കി. വാ ശ്രുതി. ആന്റി പ്രാക്ടീസ് ചെയ്യായിരുന്നു അല്ലേ? നന്നായി. കുട്ടിയില് ചേരാൻ വരുമെന്ന് കരുതി എന്നും ഇവിടെ വന്നിരിക്കും. ഇന്നേ വരെ ഒരു ഈച്ച പോലും വന്നിട്ടില്ല. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ആന്റി. കുട്ടികൾ വരും. അല്ല നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ഞാനിവിടെ അടുത്തൊരു ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. ആന്റി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി.